വേണം മദ്രസ പഠനം വേണോ വേണ്ടേ? വേണം. ആ തലവേദന ഉഡായിപ്പിന്റെ തലവേദനയാ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞൂടാലോ? അറിഞ്ഞൂടാലോ? അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരാം ഉത്തരം. മിണ്ടാണ്ടിരിക്കണം ആരും അറിഞ്ഞു. മദ്രസ ആയിരുന്നോ? മദ്രസ പഠനത്തിന്റെ ആവശ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇരിക്കല്ലേ? അങ്ങനെ തന്നെ ഇരിക്കും. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറയാം. പറയട്ടെ. നിങ്ങൾക്ക് ഈ തക്ബീർ ചൊല്ലുന്നതിന്റെ മുമ്പ് കുറെ സംഗതികളൊക്കെ ഹലാലായിരുന്നു. തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ചില സംഗതികളൊക്കെ ഹറാമാണ്. അല്ലാഹു അക്ബർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചയാണ്. ഇയാൾക്ക് തിന്നാൻ പറ്റുമോ? അവൾക്ക് വായിട്ടിട്ട് പറ്റുമോ? ഹറാമാണ്. തക്ബീറത്തുൽ ഇഹ്റാം അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. പിന്നെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ ഞാൻ ജോലി ചെയ്ത പള്ളിയില് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു. എന്റെ പേക്ക് കുറെ ആൾക്കാരുണ്ട്. ഇപ്പുറത്തൊരു ചെറിയൊരു കുഞ്ഞനുണ്ട്, അപ്പുറത്തൊരു മാനസിക സുഖമില്ലാത്തൊരു കാക്കയുണ്ട്. അപ്പൊ സുഖമില്ലാത്ത കാക്ക എന്ത് ചെയ്ത് അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നിസ്കരിക്കുമ്പോ. അല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അടുത്തുള്ളവർ പിന്നെ പറഞ്ഞതാ. പറയാനുള്ള കാര്യമുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക. അങ്ങനെ എന്ത് ചെയ്ത് ഓലെടുത്തില്ലല്ലേ. അപ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ പിന്നെ ഈ കുഞ്ഞിനെന്ത് ചെയ്ത് പിന്നെ ഉപ്പാന്ന് എന്റെ ഉപ്പ ഉണ്ടാവും കേട്ടോ. ഉപ്പ ഇങ്ങനെ വിളിച്ച്. അന്നേരം ഈ സുഖമില്ലാത്ത കാക്ക പറയാൻ നിന്നെന്താണ് നിസ്കാരത്തിൽ ഉപ്പാനെ വിളിക്കുന്നത്?